നിങ്ങൾ രണ്ടുപേരും പരസ്പരം ചിന്തിക്കുമ്പോൾ 10 അടയാളങ്ങൾ ദൃശ്യമാകും. മനഃശാസ്ത്രം പറയുന്നു, നിങ്ങൾ രണ്ടുപേരും പരസ്പരം ചിന്തിക്കുമ്പോൾ ചില അടയാളങ്ങൾ ദൃശ്യമാകുന്നു. എല്ലായിടത്തും അവരുടെ പേര് കാണുക, അവരെക്കുറിച്ച് സ്വപ്നം കാണുകയോ അപ്രതീക്ഷിതമായി പ്രവർത്തിക്കുകയോ ചെയ്യാം. അത് പരസ്പര ചിന്തകളുടെ അടയാളമായിരിക്കും. ആരെയെങ്കിലും കുറിച്ച് നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുകയാണെന്ന് അർത്ഥമാക്കാം. നിങ്ങൾ ആരെയെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ അവരും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും നല്ല സ്നേഹം എല്ലായ്പ്പോഴും ഒരുമിച്ച് നിൽക്കുന്നതിനെക്കുറിച്ചല്ല, ഹൃദയങ്ങൾ പരസ്പരം സമന്വയിക്കുമ്പോൾ ആണ്. ചിലപ്പോൾ ഒരു കാരണത്താൽ പ്രപഞ്ചം അവരുടെ പേര് നിങ്ങളുടെ മനസ്സിൽ മന്ത്രിക്കുന്നു. സ്നേഹം എല്ലായ്പ്പോഴും പരസ്പരം ഒരുമിച്ച് ഇരിക്കുന്നതല്ല, മറിച്ച് എല്ലായ്പ്പോഴും പരസ്പരം ചിന്തിക്കുന്നതിനെക്കുറിച്ചാണ്. ചില കണക്ഷനുകൾ വളരെ ശക്തമാണ്, നിശബ്ദതയ്ക്ക് പോലും അവയെ തകർക്കാൻ കഴിയില്ല. അവരുടെ അഭാവത്തിൽ അവരുടെ സാന്നിധ്യം നിങ്ങൾ അനുഭവപ്പെടുമ്പോൾ ബോണ്ട് യഥാർത്ഥമാണെന്ന് നിങ്ങൾ അറിയുക. 2 മനസ്സ്, ഒരു ചിന്ത, 2 ഹൃദയങ്ങൾ, ഒരു മിടിപ്പ്. വാക്കുകൾ ആവശ്യമില്ലാത്തവയാണ് ഏറ്റവും ശക്തമായ കണക്ഷനുകൾ. നിങ്ങൾ ആരെയെങ്കിലും മിസ് ചെയ്യുന്ന നിമിഷം തന്നെ അവർ നിങ്ങളെയും മിസ് ചെയ്യുന്നു. അടയാളങ്ങൾ യാദൃശ്ചികമല്ല, അവ പ്രപഞ്ചത്തിൽ നിന്ന് മന്ത്രിക്കുന്നു. ഒരു യഥാർത്ഥ കണക്ഷൻ സമയം, ദൂരം, യുക്തിസഹമായി അവർ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അവർ നിങ്ങളെയും ചിന്തിക്കുന്നു. ആത്മബന്ധങ്ങൾ പരസ്പരം ചിന്തിക്കുന്നില്ല, അവർക്ക് പരസ്പരം അനുഭവപ്പെടുന്നു. വാക്കുകളില്ലാതെ അവരുടെ ഹൃദയം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമ്പോൾ അതാണ് യഥാർത്ഥ കണക്ഷൻ. നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആത്മാവ് അവരുടെ ആത്മാവിനെ തിരിച്ചറിയുന്നു. ദൂരം പ്രശ്നമല്ല, 2 ആത്മാക്കളെയും ബന്ധിപ്പിക്കുന്ന ഒരു അദൃശ്യ നൂലുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരു പ്രാർത്ഥന പോലെയാണ്. നിങ്ങളിലേക്ക് എത്താൻ ഞാനത് ഉച്ചത്തിൽ പറയേണ്ടതില്ല. നിങ്ങൾ എൻ്റെ മനസ്സ് മുറിച്ചു കടക്കുന്ന ഓരോ സമയവും ഞാൻ അറിയാതെ പുഞ്ചിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് ഒരു കാരണവും ആവശ്യമില്ല, അത് സംഭവിക്കുന്നു. നിങ്ങൾ എത്ര ദൂരെയാണെങ്കിലും എൻ്റെ ഹൃദയം നിങ്ങളുമായി അടുക്കുന്നു. ചില ആളുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ വാടകരഹിതമായി താമസിക്കുന്നു. നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വിധി നിങ്ങളോട് എന്തോ പറയുന്നു. അവർ നിങ്ങളുടെ മനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹൃദയത്തിനുള്ളതാണ്. 2 ആത്മാക്കൾ ബന്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ഒന്നിനും അവരെ വേർപെടുത്താൻ കഴിയില്ല. നമ്മൾ പരസ്പരം കണ്ടുമുട്ടുന്നതിനു മുമ്പ് പരസ്പരം ചിന്തിക്കുകയായിരുന്നു. പ്രപഞ്ചം ഉദ്ദേശിച്ചതാണെങ്കിൽ നിങ്ങളെ തീർച്ചയായും ഒരുമിപ്പിക്കും.